യെസ്, ഹായ് വ്യൂവേഴ്സ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ദാ 3 പേരിവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവരാരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ബിഫോർ ദാറ്റ് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ 3 പേരും ഹൈസ്കൂൾ തൊട്ട് ഒന്നിച്ച് പഠിച്ച് 3 പേർക്കും നീറ്റ് എന്ന ആഗ്രഹവുമായിട്ട് ഇവിടെ പാലായിൽ വന്നെത്തി. ഒരേപോലെ ആ ഹൈസ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ദാ ഇവിടം വരെ വന്നെത്തി. ഇതാ ഇപ്പം നീറ്റിൻ്റെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ബ്രില്യൻറ്റ് വരെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതാ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കോഴിക്കോട് നിന്ന് വന്ന 3 ഫ്രണ്ട്സാണ് ദാ ഇവിടെ നിൽക്കുന്നത്. സോ നമുക്ക് ഇവരുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. സോ ഹായ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് അഷിക, ഞാൻ കോഴിക്കോട് നിന്നായിരുന്നു. ഇവിടെ R5 ബാച്ചിലായിരുന്നു. ഓക്കെ. ഞാൻ പാർവതി, കോഴിക്കോട് നിന്ന് വരുന്നു. R4 ബാച്ചിലായിരുന്നു. എൻ്റെ പേര് മാളവിക, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. S4 ബാച്ചിലായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ 2024 നീറ്റ് എഴുതിയ സ്റ്റുഡൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങൾ ഹൈസ്കൂൾ തൊട്ട് ഒന്നിച്ച് അങ്ങനെ ദാ ഇവിടെ വന്ന് എത്തി നിൽക്കുന്നു, ബ്രില്യൻ്റ് വരെ എത്തി നിൽക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഒരു സ്ട്രോങ് ബോണ്ട് ആയിരിക്കുമല്ലോ നിങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്? ഹൈസ്കൂളിൽ എപ്പോൾ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? അതുപോലെ തന്നെ അതായത് ചെന്ന ഉടനെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആയോ? എങ്ങനെയായിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വന്നത്? എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറയൂ. ഞാൻ 7th തൊട്ടാണ് ഒരു സെയിൻറ്റ് ആൻ്റണീസ് എന്ന് പറയുന്ന സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. ഞാൻ 7th തൊട്ട് അവിടെ പഠിച്ചത്. ഇവള് 8th വന്നേ, ഇവള് 6th ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പക്ഷേ കമ്പനി ആയത് 8th. 8th ഞാൻ ആദ്യം ഞങ്ങൾ 2 പേരും കമ്പനി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇവളെയും പരിചയപ്പെട്ടു. അങ്ങനെ 8th തൊട്ട് ഞങ്ങൾ പിന്നെ കമ്പനിയായി. 9th 10th പിന്നെ +1 +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. പിന്നെ ഇങ്ങോട്ടേക്കും ഒരുമിച്ച് വരാൻ തീരുമാനിച്ചു. അതെ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നീറ്റിന്റെ നിങ്ങൾ ഡോക്ടർ ആവാനാണല്ലേ, നീറ്റാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾ അപ്പം തൊട്ടേ ഡിസ്കഷൻ ഉണ്ടായിരുന്നോ? ആ ഒരു ടൈമിൽ തൊട്ടേ ഡിസ്കഷൻ ഉണ്ടായിരുന്നോ? ഞങ്ങൾ രണ്ടാളും അത്ര തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അഷിക അപ്പോഴും ഉറച്ചു നിൽക്കുമായിരുന്നു. അഷികയാണോ നിങ്ങളെ ആ വഴിയിലോട്ട്? ഓക്കെ. അഷികയുടെ ചേട്ടൻ ഡോക്ടറാണ്. അപ്പൊ ഇവിടെയാ പഠിച്ചത്. അപ്പൊ അവളാണ് അവൾക്കായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. അപ്പൊ അവളാണ് ഞങ്ങളെയും കൂടി ഇങ്ങോട്ടേക്ക് മോട്ടിവേഷൻ തന്നത്. ഓക്കെ, അപ്പൊ മോളായിരുന്നു, അഷികയായിരുന്നു ഇതിൽ പ്രധാന കാരണം എന്നതായി ഇവര് പറഞ്ഞു. അപ്പൊ മോളുടെ ഉള്ളിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ഡോക്ടർ എന്നുള്ളത് അല്ലേ? അപ്പൊ മോള് തന്നെ പോയാൽ പോരാ, ഫ്രണ്ട്സിനെയും ഈ വഴിക്കോട്ട് നയിക്കണം എന്ന് തോന്നിയതിന്റെ കാര്യം ആ ഒരു സ്ട്രോങ് ബോണ്ട് വിടാൻ, ഫ്രണ്ട്ഷിപ്പ് എന്താ പറയാ എന്നും കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെ എന്തായിരുന്നു ആ ഒരു ടൈമില്? അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പം ഇവരുടെ ഉള്ളിലും ആ രീതിക്ക് ഓക്കെ MBBS ഇവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചെന്നാ പിന്നെ ഒരുമിച്ച് പോയാലോ. അങ്ങനെയാണ് നിങ്ങൾ ഈ ബ്രില്യൻ്റ് എന്നുള്ളത് ചൂസ് ചെയ്തത്? ഇപ്പൊ അഷികയുടെ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ 3 പേരും കൂടെ അന്ന് ബ്രില്യൻ്റിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം എത്തിയത് എങ്ങനെയാണ്? റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴേ ബ്രില്യൻ്റ് ഒറ്റ പേര് ഉണ്ടായിരുന്നുള്ളൂ. വേറെ എവിടെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഓപ്ഷൻ ഒന്നുമില്ല. റിപ്പീറ്റ് ചെയ്യാന്ന് ബ്രില്യൻ്റ് തന്നെ ആയിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു, ഇവിടം വരെ വന്നെത്തി. നിങ്ങൾ 3 പേരും വന്നെത്തി, ഫ്രണ്ട്ഷിപ്പ് ഇവിടം വരെയായി. അതിനുശേഷം ദാ നീറ്റിന്റെ എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതിയോ? എന്തായിരുന്നു നീറ്റിന്റെ ഒരു എക്സ്പീരിയൻസ്? എന്തായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. ഇവിടുന്ന് കണ്ട് പരിചയമുള്ള പല ക്വസ്റ്റ്യൻസും അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു ടൈമിലുള്ള കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ വളരെ നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഫീലിംഗ് എന്തായിരുന്നു? ആ നീറ്റ് നിങ്ങൾ 1 വർഷം അല്ലേ, 1 വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിച്ച് നിങ്ങൾ 3 പേരും ഒന്നിച്ച് ഇവിടം വരെ വന്ന് എത്തി എഴുതിയ ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ആ ഒരു കയറുന്നതിന് മുന്നേ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം എഴുതിയതിന് ശേഷം പുറത്തിറങ്ങുമ്പോഴുള്ള ഒരു മൈൻഡ് എന്തായിരുന്നു? പുറത്തിറങ്ങിയ പാട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്ത് പറ്റും എന്നൊക്കെ ഉള്ള. പിന്നെ ഇവിടുത്തെ കീ വന്നു, ആൻസർ കീ ഒക്കെ നോക്കി, അപ്പോഴാണ് ശരിക്കും ഒരു ആശ്വാസമൊക്കെ വന്ന് സമാധാനമായി. പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാ മാർക്കൊക്കെ വന്നിട്ട്. അപ്പം 3 പേർക്കും നല്ല മാർക്ക് ഉണ്ട്. ഈ ഒരു സന്തോഷമാണ്. 3 പേരും അങ്ങനെ 3 പേരും പ്രതീക്ഷ പോലെ തന്നെ ഒരു നമ്മൾ കീ വെച്ച് നോക്കിയപ്പോൾ നല്ല മാർക്കും ഉണ്ട് അല്ലേ? അതിൽ ഹാപ്പിയാണോ? നമ്മളെ ഇഷ്ടം, നമുക്ക് ആഗ്രഹമുള്ള ഈ ഒരു മാർക്ക് ഉണ്ട്. നമ്മളെ പ്രതീക്ഷയുള്ള മാർക്ക് എന്നാലും കിട്ടും എന്നുള്ളത് ഉറപ്പായി. ഓക്കെ, അപ്പൊ മോൾക്ക് എന്നാ പറയാനുള്ളത്? അതായത് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു നിങ്ങൾ ഒരേ ഹോസ്റ്റലൊക്കെ ആയിരുന്നോ? ഇല്ല, 3 വേറെ ഹോസ്റ്റലായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് നിങ്ങളുടെ ഫാമിലി എങ്ങനെയായിരുന്നു ഇതിനെ നിങ്ങൾ ഇങ്ങോട്ട് വരുവാന്നുള്ളതിനെ? നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൽ ബേസ്ഡ് എടുത്ത തീരുമാനമായതുകൊണ്ട് ഫാമിലിയുടെ ഒരു എങ്ങനെയായിരുന്നു അവരുടെ തീരുമാനം? നല്ല സപ്പോർട്ട്. അവര് ഹാപ്പി ആയിരുന്നു? നിങ്ങളുടെ ഫാമിലീസ് വിചാരിച്ചിരുന്നു ഓക്കെ ഇവര് മോള് MBBS എന്നുള്ളൊരു സ്വപ്നം കാണുന്നുണ്ടോ? ഇല്ലല്ലേ, പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് അവർ ഞെട്ടി. എന്തായിരുന്നു
എങ്ങനെയായിരുന്നു നിങ്ങളുടെ വീട്ടിലെ റെസ്പോൺസ്? കുഴപ്പമില്ല. +1 തൊട്ടേ വീട്ടുകാർക്കും കുറച്ചൊരു ഇതുണ്ടായിരുന്നു, വിടാന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഹാപ്പി, പോയിക്കോ. അഷിക അതിനൊരു വഴിയായി എന്ന് വേണം പറയാൻ അല്ലേ? ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഫാമിലീസ് എന്ത് പറയുന്നു? എക്സാം കഴിഞ്ഞ് നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ്. എന്താണ് ചേട്ടൻ ഒബ്വിയസ്ലി ചോദിച്ചു കാണുമല്ലോ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും, എന്ത് പറഞ്ഞു? ഭയങ്കര ആശ്വാസം. എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ സ്ട്രെസ്സൊക്കെ, ഒരു എക്സാമിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ എക്സാംസ് ഇപ്പോൾ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ നീറ്റ് എക്സാമിന് ഉപകാരപ്പെട്ടു. എന്തായിരുന്നു ആ സമയത്ത് അഷികയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് അധികം ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ എക്സാം എഴുതിയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അപ്പം മോഡൽ എക്സാംസ് ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മോളുടെ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറഞ്ഞത്? അതായത് ഇപ്പോൾ നിങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എക്സാം കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ 3 പേരും ഒന്നിച്ച് ഇവിടെ വന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു വില്ലേജ് സ്റ്റഡി സെന്ററിലേക്ക് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നൊരു ഫീലിങ്സ്? മിസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം വന്നപ്പോൾ വിചാരിച്ചത് ഭയങ്കര ടെൻഷനായിരിക്കും, സ്ട്രെസ്സായിരിക്കും, അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. താല്പര്യം ഉണ്ട്, പക്ഷേ സ്ട്രെസ്സ് സഹിക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു വന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വിചാരിക്കും പോലെ ടെൻഷനോ കാര്യങ്ങളോ ഇവിടെ നിന്നായിട്ടൊരു സ്ട്രെസ്സോ നമുക്കൊന്നും തരില്ല. നമ്മളെ സന്തോഷത്തിന് നമുക്ക് പഠിക്കാനുള്ള എല്ലാ നൈസ് അറ്റ്മോസ്ഫിയറും ഉണ്ട്. പിന്നെ ഞങ്ങൾ കാണുമായിരുന്നു, ഇന്റർവെല്ലിന് ഞങ്ങൾ എപ്പോഴും കാണുമായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഒക്കെ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ ഓവറോള് നല്ല പഠിക്കാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ. പിന്നെ സ്വയം കുറെ ഡെവലപ്പ് ആവും നമ്മൾ വന്നു കഴിയുമ്പോൾ. അതെനിക്ക് തോന്നുന്നു. നാട്ടിൽ നിന്ന് നിങ്ങൾ ആദ്യമായിട്ടായിരുന്നോ മാറി നിൽക്കുന്നത്? അതായത് ഒരു ഹോസ്റ്റൽ ലൈഫ് എന്നുള്ളത് ഫസ്റ്റ് ടൈം ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ മോൾക്ക് എന്ത് തോന്നി? അതായത് ഇപ്പം നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്, അത് ഇവരുള്ളത് കൊണ്ട് വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ മാറി കാണും, കാര്യം ഇവരുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ. എന്നാലും മോളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഫസ്റ്റ് ടൈം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ്? ഞാൻ വൈറ്റ് ഹൗസ് ഗ്രാൻഡിലായിരുന്നു. അവിടെ വളരെ നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതായത് റോഡോ അങ്ങനത്തെ ശല്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ല പഠിക്കാൻ നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. പിന്നെ ഞങ്ങളുടെ ജോർജ് സാർ, ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല, സാറ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. സാറിനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സാറ് വന്നു. പിന്നെ ജസ്റ്റിസ് സാർ ഒക്കെ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. അതുപോലെ ഞങ്ങൾ ക്ലാസ് ടീച്ചേഴ്സ്, പിന്നെ വാർഡൻ ഒക്കെ ഭയങ്കര, പിന്നെ റൂംമേറ്റ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ 3 കാണും, പക്ഷെ അവിടെ എത്തുമ്പോൾ അതും കാമായിട്ട് കുറച്ച് മാറി നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും ഇവിടുന്ന് പെട്ടെന്ന് അഡാപ്റ്റ് ആയി പോയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പോയി. ഹാപ്പിയാണ്. നിങ്ങൾ 3 പേരും ഓവറോൾ പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പം ഇനിയിപ്പം റാങ്ക് ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ 3 പേരും തിരിച്ചു വരണം, ഞങ്ങളെ കാണണം, ഇതുപോലെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇനിയും മുന്നോട്ട് പോകണം അല്ലേ? അപ്പം ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾ ആഗ്രഹം വെക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ കട്ട് ഓഫ് വന്നിട്ട് വേണം ഒന്നും കൂടി ഒന്ന് നോക്കാൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നോക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അതോ അങ്ങനെ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ഇപ്പൊ നിലവിൽ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എവിടെയാണെങ്കിലും 3 പേർക്ക് ഒന്നിച്ച് കിട്ടണമെന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 3 പേർക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒന്നിച്ച് കിട്ടട്ടെ. എന്താണ് നിങ്ങൾക്ക് ഫൈനലായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും ഇനി ഇവിടെ വരാൻ പോകുന്ന കുട്ടികളോടും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫൈനലായിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതല്ലെങ്കിൽ വേറൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഇപ്പം നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ നീറ്റ്, അല്ലെങ്കിൽ BDS, അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കിട്ടും. ഒരിക്കലും ഒരു വർഷം 1 2 ഒന്നും വേസ്റ്റ് ആയി പോകത്തില്ല. അത് 100% ഷുവറാണ്. പിന്നെ ടെൻഷൻ അടിക്കരുത്. നമുക്ക് ആദ്യം ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടാവും. ഇവിടെ വരുന്നതിന് മുന്നേ എന്തായാലും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഒന്നും പേടിക്കേണ്ട. ജസ്റ്റ് കാമായിട്ട് ഇവിടെ വരിക. ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ പറയുന്നത് അതുപോലെ അനുസരിക്കുക. അതുപോലെ ചെയ്താൽ മതി. വേറെ ഒന്നും മോൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ടെൻഷൻ അടിക്കുകയോ വേണ്ട. എനിക്ക് കിട്ടൂല അങ്ങനെ വിചാരിച്ച് വരാൻ പാടില്ല. ഓക്കെ, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, കിട്ടിയില്ലെങ്കിൽ ഓക്കെ, എനിക്ക് വേറെ എന്തോ ആയിരിക്കാം വെച്ചിട്ടുള്ളത്, അതിലേക്ക് ഞാൻ പോവും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് വരിക, അല്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല.
പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്താൽ മതി. വേറെ നമ്മളായിട്ട് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെന്ത് പറയുന്നു അതേപോലെ ചെയ്താൽ മതി. ഗ്യാരണ്ടിയാണ്, സെറ്റാണ് അല്ലേ? ഓക്കെ, അഷികയ്ക്ക് എന്താ പറയാല്ലേ? എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ള. മെയിനായിട്ട് ഈ ടെൻഷൻ്റെ കാര്യമാണ്. പിന്നെ ഇതേപോലെ കിട്ടുമോ കിട്ടില്ലയോ അതൊന്നും നമ്മൾ ആലോചിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതിനാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ബാക്കിയൊക്കെ ബ്രില്യൻറ്റ് ചെയ്തോളും, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ബ്രില്യൻറ്റ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. അപ്പം ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ എല്ലാവരുടെയും ഓൾ ദി ബെസ്റ്റ്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്റ്റോറി കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും നന്നായി പഠിച്ച് ഇവരെ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.